സംഘർഷഭൂമികളിൽ ശത്രുവിനെ ഇല്ലാതാക്കാൻ പലതരം ആയുധങ്ങൾ ഉപയോഗിക്കപ്പെട്ടത് നാം കേട്ടിട്ടുണ്ട്. വാളും പരിചയം മുതൽ ആണവ ബോംബ് വരെയുണ്ട് അക്കൂട്ടത്തിൽ. എന്നാൽ മനുഷ്യനെ ആവിയാക്കി കളയാൻ മാത്രം ശേഷിയുള്ള ഒന്നിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരാളുടെ ശരീരത്തെ ബാഷ്പീകരിച്ചു കളയാൻ കഴിയുന്ന ഒന്നിനെക്കുറിച്ച്. എന്നാൽ അങ്ങനെയൊന്നുണ്ട്. ഇസ്രായേൽ ഗസയിൽ ഉപയോഗിച്ച ഒരായുധത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. 2000-ലധികം മനുഷ്യരുടെ ശരീരാവശിഷ്ടങ്ങൾ പോലും അവശേഷിപ്പിക്കാതെ ഭൂമുഖത്തു നിന്ന് തന്നെ തുടച്ചു നീക്കാൻ അവർ പ്രയോഗിച്ചൊരായുധത്തെക്കുറിച്ച് പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. മനുഷ്യ ശരീരത്തെ ബാഷ്പീകരിക്കാൻ, അതായത് ദ്രവിപ്പിച്ചു കളയാൻ മാത്രം ശേഷിയുള്ള ആയുധങ്ങൾ ഇസ്രായേൽ ഗസയിൽ ഉപയോഗിച്ചുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അൽ ജസീറയുടെ റിപ്പോർട്ട് പ്രകാരം അന്താരാഷ്ട്ര തലത്തിൽ നിരോധിതമായ തെർമോബാറിക് ആയുധങ്ങളാണ് ഗസയിൽ ഇസ്രായേൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ ഫലമായി 2000-ലധികം ഗസക്കാർ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക്. കൊല്ലപ്പെടുക എന്ന് വെച്ചാൽ അവരുടെ ശരീരം പോലും കുടുംബാംഗങ്ങൾക്ക് ലഭിക്കാത്ത വിധം ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായി. മനുഷ്യ ശരീരങ്ങളെ നിമിഷങ്ങൾക്കുള്ളിൽ ചാരമാക്കി മാറ്റുന്ന രാസഘടനയുള്ള ആയുധങ്ങൾ പ്രയോഗിച്ച് 2 വർഷത്തിനിടെ ഏകദേശം 2842 ഫലസ്തീനികളെയാണ് ഇസ്രായേൽ ഗസയിൽ കൊന്നൊടുക്കിയത്. തെർമോബാറിക് ആയുധങ്ങൾ കൊല്ലുക മാത്രമല്ല, ശരീരം ദ്രവിപ്പിച്ചു കളയുക കൂടി ചെയ്യുമെന്നാണ് റഷ്യൻ സൈനിക വിദഗ്ധനായ വാസിലി ഫാറ്റുഗറോവ് വിശദീകരിക്കുന്നത്. പരമ്പരാഗത സ്ഫോടക വസ്തുക്കളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ആയുധങ്ങൾ വലിയൊരു തീഗോളമാണ് പുറപ്പെടുവിക്കുക. അതിന്റെ അതിതീവ്ര ചൂടും പ്രഷറും ശരീരത്തെ ദഹിപ്പിച്ചു കളയുമെന്നും അദ്ദേഹം പറയുന്നു. ഏകദേശം 2500 മുതൽ 3000 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടായിരിക്കും ഈ ആയുധങ്ങൾ പുറപ്പെടുവിക്കുക. ദ റെസ്റ്റ് ഓഫ് ദി സ്റ്റോറി എന്ന അൽ ജസീറയുടെ അന്വേഷണാത്മക റിപ്പോർട്ടായാണ് ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുകൊണ്ടുവന്നത്. 2842 പേരെ ഈ ആയുധം ഉപയോഗിച്ച് ഇസ്രായേൽ കൊന്നു എന്നത് ഏകദേശ കണക്കല്ല, മറിച്ച് ഗസയിലെ സിവിൽ ഡിഫൻസ് സംഘങ്ങൾ നടത്തിയ ഫോറൻസിക് പരിശോധനയുടെ ഫലമായി കണ്ടെത്തിയതെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ ആക്രമണം നടത്തിയ വീടുകളിൽ പരിശോധന നടത്തിയപ്പോൾ പലരുടെയും മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എന്നാണ് സിവിൽ ഡിഫൻസ് സംഘങ്ങൾ പറയുന്നത്. പലപ്പോഴും ഭിത്തികളിലേക്ക് തെറിച്ച രക്തത്തുള്ളികളോ തലയോട്ടിയുടെ ചെറിയ ഭാഗങ്ങളോ മാത്രമാകും ബാക്കിയുണ്ടാവുക. അത്രമാത്രം ഭീകരമായ ആക്രമണങ്ങളാണ് തെർമോബാറിക് ആയുധങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്കൻ നിർമ്മിത MK-84 പോലെയുള്ള ബോംബുകളിൽ ഉപയോഗിക്കുന്ന ട്രൈനൈട്രോടൊലുവിൻ, അലൂമിനിയത്തിന്റെ പൊടി എന്നിവയുടെ മിശ്രിതമായ ട്രൈറ്റോണലാണ് ഇസ്രായേലും അവരുടെ ആയുധങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് അതികഠിനമായ മനുഷ്യ ശരീരത്തിന് പ്രതിരോധിക്കാൻ കഴിയാത്ത ചൂട് സൃഷ്ടിക്കും. മനുഷ്യ ശരീരം ആ ചൂടേൽക്കുന്നതോടെ ദ്രവിച്ചില്ലാതാകും. 2 വർഷം നീണ്ട ഇസ്രായേലിന്റെ വംശഹത്യയിൽ ഏകദേശം 72,000 ഫലസ്തീനികൾ ഗസയിൽ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക്. അതിലധികവും സ്ത്രീകളും കുട്ടികളുമാണ്. തെർമോബാറിക് ആയുധങ്ങളുടെ പ്രയോഗം മൂലം കൊല്ലപ്പെട്ടവരിൽ കുട്ടികളടക്കമുണ്ടെന്നാണ് റിപ്പോർട്ട് തെളിയിക്കുന്നത്. ബുറൈജ് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 4 കുട്ടികളെ നഷ്ടപ്പെട്ട റഫീഖ് ബദ്രാൻ പറയുന്നത്, കഴിയുന്നത്ര തിരഞ്ഞിട്ടും ശരീരത്തിന്റെ ഒരു കഷ്ണം പോലും തനിക്ക് കണ്ടെത്താനായില്ല എന്നാണ്. ഇത്തരം ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിൽ അമേരിക്കയ്ക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും പങ്കുണ്ടെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്.